എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുട്ട വെച്ചിട്ട് അടിപൊളിയൊരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്, കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിക്കാനിടുക. അതിനുശേഷം ഇതിലേക്കുള്ള മാവ് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളമൊന്നും ഉപയോഗിക്കേണ്ട, നമ്മുടെ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് 1 അരമണിക്കൂർ വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ചെറിയ ചെറിയ ബോളുകളാക്കി നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തി എടുക്കുക ഓരോന്നും. അപ്പോൾ പൂരിയുടെ വലുപ്പത്തിലാണ് ഞാനിവിടെ ഓരോന്നും പരത്തി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ക്യാരറ്റും 1 സവാളയും ചെറുതായിട്ടൊന്ന് കുനുകുന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്ത മുട്ടയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് ഗരം മസാലപ്പൊടിയും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വേറെ എരിവിനായിട്ട് നമുക്ക് പച്ചമുളക് ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കുമ്പോൾ എരിവ് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതാ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പരത്തി വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് കുറേശ്ശെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സ്പൂൺ മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒടിച്ചോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ഒന്നുകൂടി ഇതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കൈ കൊണ്ട് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് തമ്മിലൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മുടെ ഡപ്പയുടെ അടപ്പോ അല്ലെങ്കിൽ നമുക്ക് ഏത് വലിപ്പത്തിലാണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ള ഒരു അടപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കി സൈഡ് ഭാഗങ്ങളെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഒരു സൈഡ് ആയതിന് ശേഷം നമുക്ക് പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നന്നായിട്ട് ഇതൊന്ന് പൊങ്ങി വീർത്ത് നമ്മൾ പൂരിയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ഇത് വരും. അപ്പോൾ അതിൻ്റെ അകത്തെ ഫില്ലിങ്സും ഒക്കെ ജസ്റ്റ് ഒന്ന് കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ 2 സൈഡും ഒന്നായതിന് ശേഷം നമുക്ക് ഈ ഓയിലിൽ നിന്നും ഇത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ അകത്തെ ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടാവും. ഓരോന്ന് വിധമാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് നമ്മൾ തയ്യാറാക്കി കോരി മാറ്റിയിട്ടുണ്ട്. ഇനി വീണ്ടും ഇതേ ഓയിലിലേക്ക് തന്നെ അടുത്തത് ഇട്ട് കൊടുക്കാം. ഇനി ചീസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ആദ്യം തന്നെ ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമുക്കിനി ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ചീസ് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ചെയ്ത പോലെ തന്നെ വീണ്ടും ഇതിൻ്റെ പുറത്തേക്ക് പരത്തി വെച്ചിരിക്കുന്ന വെച്ച് കൊടുത്ത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ 2 സൈഡിലും ചീസ് ആകുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. സൈഡ് കട്ട് ചെയ്തെടുക്കുന്ന മാവ് നമ്മൾ വീണ്ടും ഒന്ന് ബോളാക്കി ഉരുട്ടിയെടുത്തിട്ട് പരത്തിയിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒട്ടും വേസ്റ്റ് വരത്തില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.